ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പെട്രോൾ ഡീസൽ വില വർധന നിലവിൽ വന്നു. പെട്രോളിന് 110.25 രൂപ. വില വർധനയിൽ അന്തം വിട്ട് പൊതുജനം. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. കോട്ടയം ജില്ലയിൽ 99.72% വിജയം. സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം. 1265 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ സമരം ചെയ്ത് അറസ്റ്റിലായ SFI നേതാക്കൾക്ക് ഐക്യദാർഢ്യവുമായി CPM. കോട്ടയത്ത് പ്രതിഷേധ പ്രകടനം. പാലാ ജനറൽ ആശുപത്രിയിൽ സർജനില്ല. മൃതദേഹങ്ങൾ പരിശോധിക്കാൻ ആളില്ല. അവഗണന. ആധുനിക ഫ്രീസർ സംവിധാനമുള്ള ആശുപത്രിയോട്. വാർത്തകൾ വിശദമായി. മധ്യേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം രൂക്ഷമായതോടെ പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വില വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് പുതുക്കിയ ഇന്ധനവില നിലവിൽ വന്നു. പെട്രോളിന് ലിറ്ററിന് 110.25 രൂപയും ഡീസലിന് 99.63 രൂപയുമാണ് വില. സംസ്ഥാനത്ത് പുതുക്കിയ ഇന്ധനവില നിലവിൽ വന്നു. ലിറ്ററിന് 3 രൂപയാണ് വർധനവുണ്ടായിരിക്കുന്നത്. ഇതോടെ പെട്രോൾ ലിറ്ററിന് 110.25 രൂപയും ഡീസലിന് ലിറ്ററിന് 99.63 രൂപയുമായി. ദീർഘനാളായി മാറ്റമില്ലാതെ തുടർന്ന ഇന്ധനവിലയിലുണ്ടായ വൻ വർധന സാധാരണക്കാരെ സാരമായി ബാധിക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളായ ഇറാൻ, ഇസ്രയേൽ യുദ്ധത്തെ തുടർന്നാണ് രാജ്യത്ത് ഇന്ധനവില കുത്തനെ ഉയർന്നത്. ഇന്ധനത്തിനും പാചകവാതകത്തിനും ക്ഷാമം ഉണ്ടാവില്ലെന്ന് ഉറപ്പു പറയുമ്പോഴും നിലവിലുണ്ടായിരിക്കുന്ന വില വർധന ഏറെ ആശങ്ക ഉയർത്തുന്നതാണ്. ഇന്ത്യക്ക് ആവശ്യമായ ഇന്ധനത്തിന്റെ 90% ഇറക്കുമതി ചെയ്യുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണെന്നിരിക്കെ ഇപ്പോഴുണ്ടായ വിലവർധന മറ്റ് അവശ്യ സാധനങ്ങളിലും പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണിത്. പെട്ടെന്നുണ്ടായ വിലവർധനയിൽ അന്ധാളിച്ചിരിക്കുകയാണ് ജനം. പെട്രോൾ അടിക്കാൻ പമ്പുകളിൽ എത്തിയപ്പോൾ മാത്രമാണ് പലരും വിലവർധന അറിഞ്ഞത് തന്നെ. നമുക്ക് സഹിക്കാന്നുള്ളത് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഇപ്പം 3-4 വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റുമോ? കരി പ്രശ്നമാണ്. ഇത് ഓടിയാലാണ് നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. ഇനി 110,000 അടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഗ്യാസിന് 1000 കൂടി. ചാക്കടക്കാര് കുറച്ചേറെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അടയ്ക്കാൻ പറ്റുമോ? ഇന്ന് പെട്രോൾ അടിച്ചപ്പോഴാണ് അറിഞ്ഞത് രാവിലെ. കൂടിയോ 3 രൂപ പെട്രോൾ ഡീസലിന് വില കൂടിയിട്ടുണ്ട്. ശമ്പളം മാത്രം കൂടുന്നില്ല, അത് മാത്രമേ പറയാനുള്ളൂ. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിച്ചതോടെയാണ് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കാൻ അധികൃതർ നിർബന്ധിതരായത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. കോട്ടയം ജില്ലയ്ക്ക് 99.72% വിജയം. സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം നേടി. 1265 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കാത്തിരിപ്പിന് വിരാമമിട്ട് സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 99.72% വിജയം നേടി കോട്ടയം ജില്ല ഇത്തവണയും സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം നിലനിർത്തി. കഴിഞ്ഞ വർഷം 99.81% വിജയം. ജില്ലയിലാകെ 17,086 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 17,036 പേർ വിജയിച്ചു. അതിൽ 1,265 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 8,574 ആൺകുട്ടികൾ ജില്ലയിൽ പരീക്ഷ എഴുതിയതിൽ 8,547 പേർ ഉപരിപഠനത്തിന് അർഹരായി. പെൺകുട്ടികളിൽ 8,512 പേർ പരീക്ഷ എഴുതിയതിൽ 8,492 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരിൽ 392 ആൺകുട്ടികളും 873 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ 112 ആൺകുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയപ്പോൾ 212 പെൺകുട്ടികൾ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ 138 ആൺകുട്ടികളും 323 പെൺകുട്ടികളും എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. മാർച്ച് മാസം 5-ാം തീയതി മുതൽ 30 വരെയായിരുന്നു SSLC പരീക്ഷ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ കോട്ടയത്ത് പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായി CPM. പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനക്കരയിൽ പ്രകടനം നടത്തി. നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ മാർച്ച് നടത്തിയ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് CPIM പ്രകടനം നടത്തി. തിരുനക്കര മോട്ടോർ തൊഴിലാളി യൂണിയൻ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി തിരുനക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. CPM കോട്ടയം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥികളുടെ പ്രവർത്തകർ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ പാഠ്യമേഖലകളിലെ വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന ഉന്നതമായ സാമൂഹ്യ ബോധവും സംഘടനാബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും എല്ലാ കാലത്തും
SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ പൊതുസമൂഹത്തിന് അറിയാം. പക്ഷേ അതിൽ പങ്കെടുത്ത ചുരുക്കം ചില പോലീസുകാർക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. അവരുടെ ഭാവിയിൽ ബോധ്യപ്പെടണമെന്നാണ് ആ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ. ജില്ലാ കമ്മിറ്റി അംഗം MK പ്രഭാകരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റജി സഖറിയ, ഏരിയ സെക്രട്ടറി B ശശികുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CN സത്യനേശൻ, KR അജയ് എന്നിവർ പ്രസംഗിച്ചു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് SFI കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ടോണി കുര്യാക്കോസ് ഉൾപ്പെടെ 16 പേർ ഈ സംഭവത്തിൽ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ജനറൽ ആശുപത്രിയിൽ സർജനില്ല. അതിനാൽ തന്നെ മൃതദേഹ പരിശോധനയും നടക്കുന്നില്ല. മൃതദേഹ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഫ്രീസർ സംവിധാനം പാലാ ജനറൽ ആശുപത്രിക്കുണ്ട്. ആധുനിക ഫ്രീസർ സംവിധാനമുള്ള പാലാ ജനറൽ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ ഇല്ലാതായിട്ട് 2 മാസം. ഇതോടെ പാലായിൽ മൃതദേഹ പരിശോധന നടത്താനുള്ള സൗകര്യം നിലച്ചു. കഴിഞ്ഞ മാർച്ചിലാണ് ഇവിടെയുണ്ടായിരുന്ന ഫോറൻസിക് സർജനെ ഇടുക്കിയിലേക്ക് മാറ്റിയത്. നിലവിൽ മൃതദേഹ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരുന്നത് സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെലവേറിയതാണ്. 7 വർഷം മുമ്പാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള മോർച്ചറി പ്രവർത്തനം ആരംഭിച്ചത്. 8 മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യമുള്ള ഫ്രീസർ സംവിധാനവും സജ്ജമാക്കിയിരുന്നു. അപകടങ്ങളും മറ്റിതര മരണങ്ങളും ഉണ്ടാകുമ്പോൾ പാലായിൽ തന്നെ മൃതദേഹം പരിശോധിച്ച് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. കൂടുതൽ പരിശോധന വേണ്ട മരണങ്ങളിൽ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചാണ് പരിശോധിച്ചിരുന്നത്. എന്നാൽ നിലവിൽ എല്ലാ തരത്തിലുമുള്ള മരണങ്ങളിലും മൃതദേഹ പരിശോധനയ്ക്ക് കോട്ടയത്ത് പോകേണ്ട സാഹചര്യമാണുള്ളത്. ഫോറൻസിക് സർജനെ വീണ്ടും നിയമിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹ പരിശോധനയ്ക്ക് അയക്കേണ്ടി വരുന്ന സാഹചര്യം വലിയ സാമ്പത്തിക നഷ്ടവും ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇടുക്കി ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം ലഭ്യമെന്നിരിക്കെ പാലായിൽ നിന്നുള്ള ഡോക്ടറെ തിരികെ നിയമിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ ഒരാശുപത്രിയിലും നിലവിൽ പോസ്റ്റ്മോർട്ടം സൗകര്യം ലഭ്യമല്ല. ന്യൂസ് ബ്യൂറോ, പാലാ. മലയാളികൾക്ക് അഭിമാന മുഹൂർത്തം സമ്മാനിച്ച സജീഷ് ടോം ബേസിംഗ്സ്റ്റോക്ക് ഡെപ്യൂട്ടി മേയറായി ചുമതലയേറ്റു. UK-യിലെ മേയറൽ പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത വർഷം മെയ്യിൽ സജീഷ് ടോം മേയർ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. കഴിഞ്ഞയാഴ്ച നടന്ന UK പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഹാംഷെയർ കൗണ്ടിയിലെ ഏക ലേബർ പാർട്ടി കൗൺസിലറായി ജയിച്ചു കയറിയ സജീഷ് ടോം ബേസിംഗ്സ്റ്റോക്ക് ബറോ കൗൺസിലിന്റെ പുതിയ ഡെപ്യൂട്ടി മേയറായി ചുമതലയേറ്റു. ഒരേ സമയം കൗണ്ടി കൗൺസിലിലും ബറോ കൗൺസിലിലും അംഗമാകുകയും അതോടൊപ്പം ഡെപ്യൂട്ടി മേയർ പദവി ഏറ്റെടുക്കുകയും ചെയ്യുന്നത് UK രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവ നേട്ടമായാണ് വിലയിരുത്തുന്നത്. യുക്മയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായും പിന്നീട് പബ്ലിക് റിലേഷൻസ് ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട് സജീഷ് ടോം. UK മലയാളി സമൂഹത്തിലും പൊതുരംഗത്തും 2 ദശാബ്ദത്തിലേറെയായി സജീവ സാന്നിധ്യമാണ്. ബേസിംഗ്സ്റ്റോക്ക് NHS ആശുപത്രിയിലെ അഡ്മിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സജീഷ് ടോം തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമാണ്. സാമൂഹിക സേവനങ്ങൾക്ക് മേയേഴ്സ് വോളണ്ടറി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. UK-യിലെ മേയറൽ പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത വർഷം മെയ്യിൽ സജീഷ് ടോം മേയർ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. കോട്ടയം ജില്ലയിലെ വൈക്കം ചെമ്പ് അയ്യനംപറമ്പിൽ കുടുംബാംഗമായ സജീഷിന്റെ കുടുംബം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലുള്ള തെക്കൻ പറവൂരിലാണുള്ളത്. ന്യൂസ് ഡെസ്ക്, യൂറോപ്പ് മലയാളി ന്യൂസ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പുതിയ മുഖ്യമന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തി മുല്ലപ്പെരിയാർ പുതുക്കി ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് തൃണമൂൽ കേരള കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. ഇതിന് പിന്തുണയാകാൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ കൈകോർക്കണമെന്നും സജി മഞ്ഞക്കടമ്പിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മുടെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, തമിഴ്നാട്ടിൽ പുതിയ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു, കേരളത്തിലും നമുക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് പുതിയ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന് അല്ലെങ്കിൽ തലയിൽ ഒരു ജലബോംബായി നിൽക്കുന്ന ആ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയുന്നതിന് പുതിയ തമിഴ്നാട് മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തി അടിയന്തരമായ തീരുമാനമുണ്ടാക്കി കേരള ജനതയെ സംരക്ഷിക്കുവാനുള്ള ഒന്നാമത്തെ ദൗത്യം, പ്രധാനപ്പെട്ട ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് വളരെ വിനീതമായി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനാണ് ഇന്ന് ഇവിടെ എത്തിയത്. പാലായിലെ സബ് രജിസ്ട്രാർ ഓഫീസ് പരിസരം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഓഫീസ് പരിസരം കാടുകയറി ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയായിരുന്നു. പാലയിലെ മിനി സിവിൽ സ്റ്റേഷൻ സബ് രജിസ്ട്രാർ ഓഫീസ് പരിസരം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുമ്പോഴാണ് ദിനംപ്രതി നിരവധി ആളുകൾ വന്നു പോകുന്ന ഓഫീസ് പരിസരങ്ങൾ കാട് കയറിക്കിടന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുടെ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് സമീപം കാട് കയറി കിടക്കുകയായിരുന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാടുകൾ വെട്ടി മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ശുചിത്വമുള്ള സമൂഹം ആരോഗ്യകരമായ ജീവിതത്തിന് നല്ല സാമൂഹിക സാഹചര്യത്തിനും അനിവാര്യമാണെന്നും ജനങ്ങളോടൊപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുറന്നു നടത്തുമെന്നും പാർട്ടി പ്രവർത്തകർ പറയുന്നു. ഇവിടെ സാധാരണക്കാർ അനേകർ വിവിധ ആവശ്യങ്ങൾക്കായി ഈ സർക്കാർ ഓഫീസുകളിൽ എത്തുന്നുണ്ട്.
അവർക്ക് നിർഭയത്തോടെ ഈ ഓഫീസിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ ആണ്. അവരെ പല ആവശ്യങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ വാഹനത്തിനുള്ളിൽ പാമ്പ് കയറി കിടക്കുന്ന അവസ്ഥ. ഈ ജനൽ തുറന്നു കിടക്കുന്ന സർക്കാർ ഓഫീസിൽ ജനലിൽ കൂടി ജനങ്ങൾ കയറുന്നൊരവസ്ഥ നമ്മളിപ്പോൾ ദിനവും പത്രത്തിൽ കാണുന്ന ഇതൊന്നും കണ്ടാൽ പോലും എത്ര കണ്ടാലും മനസ്സിലാകാത്ത ഒരു സർക്കാർ വൃത്തങ്ങൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗം ഉയർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ കാർഡ് തെളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പ്രവൃത്തി കർമ്മം ചെയ്തുകൊണ്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോക്കബ് തോപ്പിൽ, സെക്രട്ടറി ബിനു മാക്കിൽ, ട്രഷറർ രാജു താന്നിക്കൽ, മുനിസിപ്പൽ പ്രസിഡന്റ് ജോയി കളരിക്കൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പാടി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പൊതുയോഗം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പാടി യൂണിറ്റിന്റെ 49ാമത് വാർഷിക പൊതുയോഗവും 2026-28 ഭരണസമിതി തെരഞ്ഞെടുപ്പും മെയ് മാസം 17-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് മർച്ചൻ്റ് ഭവനിൽ, പാമ്പാടിലെ മർച്ചൻ്റ് ഭവനിൽ വെച്ച് നടക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലും അതിനെ തുടർന്ന് ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പുമാണ് അതിനകത്ത് നടക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോൾ ഡീസൽ വില വർധന നിലവിൽ വന്നു. പെട്രോളിന് 110.25 രൂപ. വില വർധനയിൽ അന്തം വിട്ട് പൊതുജനം. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. കോട്ടയം ജില്ലയിൽ 99.72% വിജയം. സംസ്ഥാനത്തെ 2ാം സ്ഥാനം. 1265 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ സമരം ചെയ്ത് അറസ്റ്റിലായ SFI നേതാക്കൾക്ക് ഐക്യദാർഢ്യവുമായി CPM. കോട്ടയത്ത് പ്രതിഷേധ പ്രകടനം. പാലാ ജനറൽ ആശുപത്രിയിൽ സർജനില്ല. മൃതദേഹങ്ങൾ പരിശോധിക്കാൻ ആളില്ല. അവഗണന ആധുനിക ഫ്രീസർ സംവിധാനമുള്ള ആശുപത്രിയോട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.